വീണയുടെ അടുത്തേക്ക് ഇ ഡി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും CMRലും തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം തന്നെ എത്രയും വേഗം പിടികൂടുക, വീണയെ സമൻസ് അയച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ED എത്തി നിൽക്കുന്നത്. ഇന്ന് നിർണായകമായ ഒരു നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. SFIOയുടെ പക്കലുള്ള 134 രേഖകളാണ് CMRലും വീണയുടെ എക്സാലോജിക്കും തമ്മിലുള്ളത്. അതായത് കരിമണക്കർത്തയുടെ CMRL കമ്പനിയും വീണയുടെ എക്സാലോജി കമ്പനിയും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് 134 രേഖകളാണ് SFIOയുടെ കസ്റ്റഡിയിലുള്ളത്. ഈ രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ED കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ആ പകർപ്പുകൾ EDക്ക് വിട്ടു നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കലൂരിലുള്ള, അതായത് കൊച്ചിയിലുള്ള പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതി, അതായത് PMLA എന്ന് പറയുന്ന കോടതിയുടെ പക്കലാണ് ഈ പറയുന്ന സുപ്രധാനമായിട്ടുള്ള SFIOയുടെ രേഖകളുള്ളത്. ആ കോടതിയാണ് SFIOയോട് പറഞ്ഞിട്ടുള്ളത് ഈ രേഖകളുടെ 134 രേഖകളുടെയും പകർപ്പ് EDക്ക് കൊടുക്കുക എന്നുള്ളത്. EDയുടെ ഈ നീക്കത്തിന് പിന്നിൽ എന്താണ്? പ്രധാനമായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിലുള്ള ഒരു യോഗം അടിയന്തരമായി കൂടിയിരുന്നു വെള്ളിയാഴ്ച. അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ്, വീണയെ കുരുക്കാനുള്ള ഒരു നടപടിയാണ് ഇന്ന് EDയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന നിയമപരമായിട്ടുള്ള ഈ ഒരു ഇടപെടൽ. ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ 134 രേഖകളും കൃത്യമായ തെളിവാണ്. എക്സാലോജിക്കും CMRലും തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഈ 134 രേഖകളും. ഈ രേഖകൾ ശേഖരിച്ച ശേഷം എത്രയും വേഗം വീണയ്ക്ക് സമൻസ് അയച്ച് വരുത്തി വീണയെ ചോദ്യം ചെയ്യുക, അറസ്റ്റ് ചെയ്യുക, ഈ ഒരു മാസ്റ്റർ പ്ലാനാണ് EDയുടെ സമീപത്ത് ഉള്ളത്, അല്ലെങ്കിൽ EDക്കുള്ളത്. ഇപ്പോൾ ഈ ഒരു നീക്കം നടത്തുന്ന ED ഡയറക്ടർ ഇവിടുന്ന് പോയി, കൊച്ചിയിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. പകരം ഇപ്പോൾ ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ED അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള അരുൺകുമാർ ചാരിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വീണയെ എത്രയും വേഗം ഈ തെളിവുകൾ ശേഖരിച്ച ശേഷം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണയെ വിളിച്ചു വരുത്തി സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് നീങ്ങുക എന്നുള്ള കാര്യം. പ്രധാനമായും ഇവിടെ എന്തെല്ലാം രേഖകളാണ് ഈ 134 രേഖകൾ പ്രധാനപ്പെട്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, 2016 ഡിസംബർ 30 ആദ്യത്തെ കരാറാണ് CMRലും വീണയുടെ എക്സാലോജിക്കും തമ്മിൽ ഉണ്ടാകുന്നത്. ആ കരാറിന്റെ പകർപ്പ് ഈ 134 രേഖകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ പകർപ്പ് EDക്ക് ലഭിക്കും. രണ്ടാമതായി 2017 എക്സാലോജിക്കും അതേപോലെ CMRലും തമ്മിൽ ഉണ്ടാക്കിയ മറ്റൊരു കരാറുണ്ട്, അതിന്റെ പകർപ്പും EDക്ക് ലഭിക്കും. മൂന്നാമതായി എക്സാലോജിക്കും CMRലിന് നൽകിയ സേവനങ്ങൾ എന്തൊക്കെയാണ്, അതായത് വീണയുടെ എക്സാലോജിക്ക് കരിമണൽ കർത്തായുടെ ഈ CMRലിന് നൽകിയ സേവനം, അതിനാണല്ലോ ഈ 2,78,00,000 രൂപ വീണ കൈപ്പറ്റിയിരിക്കുന്നത്. ആ സേവനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയ രേഖ ഈ 134 എണ്ണത്തിൽപ്പെടും. മറ്റ് നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ എന്ന് പറയുന്നത് CMRലെ അനുബന്ധ കമ്പനിയാണല്ലോ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനി. അവരാണ് ഈ വീണയ്ക്ക് ലോൺ നൽകിയത്. ആ ലോൺ നൽകിയതിന്റെ വിശദാംശങ്ങൾ, വീണ അതിന്റെ തിരിച്ചടവ് നടത്തിയതിന്റെ വിശദാംശങ്ങളെല്ലാം അടങ്ങിയ രേഖ. അഞ്ചാമതാണ് ഈ എക്സാലോജിക്കിലെ ജീവനക്കാരുടെ മൊഴി. ആ മൊഴി അടങ്ങിയ രേഖയും ഈ 34 രേഖകളുടെ കൂട്ടത്തിൽപ്പെടുന്നു. പ്രധാനപ്പെട്ട ഈ 5 രേഖകൾ മാത്രം മതി, ബാക്കിയൊക്കെ ഉപേക്ഷിക്കാം. ഈ 5 രേഖകൾ കിട്ടിയതോടുകൂടി വീണയ്ക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ വീണയ്ക്ക് എതിരായിട്ടുള്ള EDയുടെ കുരുക്ക് അതിരൂക്ഷമായി വരിഞ്ഞു മുറുക്കുന്നു, അല്ലെങ്കിൽ കുരുക്ക് മുറുകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറെ നാളായി വീണയെ ഇങ്ങനെ എത്രയും വേഗം മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ്, അല്ലെങ്കിൽ സമൻസ് അയച്ച് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നെങ്കിലും ED ഇപ്പോൾ ചെയ്യുന്നത് വളരെ കോൺഷ്യസ് ആയിട്ട്, വളരെ ബോധപൂർവമായിട്ട് ആദ്യം രേഖകളെല്ലാം കൈപ്പറ്റുക, അതിനുശേഷം ഈ രേഖകൾ നിരത്തി വീണയെ ചോദ്യം ചെയ്യുക എന്നുള്ള നടപടിയിലേക്കാണ്, അല്ലെങ്കിൽ അത്തരമൊരു തന്ത്രത്തിലേക്കാണ് ED ഇപ്പോൾ അരുൺകുമാർ ചാരിയുടെ നേതൃത്വത്തിൽ, VDയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള അരുൺകുമാർ ചാരിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടക്കുന്നത്. ആ
ആദ്യം രേഖകൾ മുഴുവനായി തങ്ങളുടെ കൈപ്പറ്റുക, അതിനുശേഷം ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഓരോന്നോരോന്നായി വീണയുടെ മുന്നിൽ നിർത്തിവെച്ച് ഈ രേഖ എന്താണ്, ഇതിൻ്റെ വിശദാംശങ്ങൾ പറയൂ എന്ന് വീണയെ കൊണ്ട് ഉത്തരം മുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ വീണയ്ക്ക് വളരെ നിർണായകമാണ്. അത് വെള്ളിയാഴ്ച മുതൽ CMRന് എതിരായിട്ടുള്ള കോടതിയുടെ വിധി വന്ന ആ സമയം മുതൽ തന്നെ, അതിനു മുൻപ് ഒരു കോടതി വിധി വരും വരെ, സിംഗിൾ ബെഞ്ചിന്റെ വിധി വരും വരെ ED ഒന്ന് പിന്മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ സഡനായിട്ടാണ് ഇപ്പോൾ വീണ്ടും EDയുടെ ചടുലമായ ഒരു നീക്കം വീണയ്ക്കെതിരായി നടക്കുന്നത്. പക്ഷേ ഇന്ന് CMRലെ വക്കീൽമാർ ഡൽഹിയിൽ നിന്ന് വന്ന് വാദിച്ചെങ്കിലും അവരുടെ നിലപാടുകളെല്ലാം തന്നെ ഈ പറയുന്ന PMLA കോടതി തള്ളിക്കളയുകയായിരുന്നു. EDക്ക് അനുകൂലമായി തന്നെ ഈ രേഖകളുടെ പകർപ്പ് വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. അതുകൊണ്ട് CMRന് കനത്ത തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനിയാണ് EDയുടെ പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നടക്കുന്നത്. രേഖകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് ഈ രേഖകൾ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നു, വീണയെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്നു, അതിനുശേഷം കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന് എന്താണ് വീണയുടെ മറുപടി എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് അറസ്റ്റും തുടർ നടപടികളുമല്ല. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, EDയെ സംബന്ധിച്ച് തെളിവുകൾ എന്ന് പറയുന്നത് EDയുടെ മുന്നിൽ പറയുന്ന മൊഴിയാണ്. അങ്ങനെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ മൊഴിയെ തെളിവായി എടുത്തുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു നിയമം EDയുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീണയെ സമൻസ് അയച്ച് വിളിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ അറസ്റ്റാണ് എന്ന് നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയച്ചു, വീണ്ടും സമൻസ് അയച്ചു, അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഒരു പക്ഷെ അങ്ങനെ വേണ്ടിവരും. ദീർഘനേരം രാവിലെ മുതൽ രാത്രി വരെ ചോദ്യം ചെയ്ത് ഒരുപക്ഷെ EDക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടിയില്ല എങ്കിൽ, മൊഴി കിട്ടിയില്ല എങ്കിൽ വീണ്ടും അവരെ വിടുന്നു, വീണ്ടും വിട്ടയക്കുന്നു. അത്തരമൊരു പ്രോസസ്സിലേക്ക് പോകാതെ ആദ്യത്തെ ദിവസം തന്നെ മൊഴിയെടുക്കുക, പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങുക എന്നുള്ള ഒരു നടപടിയിലേക്കാണ്, ഒരു നിലപാടിലേക്കാണ് ED ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ വീണയ്ക്ക് ലഭിച്ചിട്ടുള്ള ഈ 2,78,00,000 രൂപ എന്ന് പറയുന്നതാണോ ഈ പ്രശ്നം. ആ തുക പിണറായി വിജയൻ അഴിമതി നടത്തി വീണയ്ക്ക് നൽകിയ തുകയാണ് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം വരുന്നുണ്ട്. ആ ചോദ്യവും തീർച്ചയായും ED വീണയോട് ചോദിക്കുകയും അതിന് വീണ എന്തു മറുപടി നൽകും എന്നതിനെ ആശ്രയിച്ചിരിക്കും പിണറായി വിജയന്റെ ഭാവിയും. അങ്ങനെ വീണ ഒരുപക്ഷെ ഇത് പിണറായി വിജയൻ അച്ഛനായിട്ടുള്ള പിണറായി വിജയൻ തനിക്ക് നൽകിയ പണമാണ് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഈ അന്വേഷണം വളരെ ഒരു യൂട്ടേൺ എടുക്കും, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം നീളുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ ED നടത്തിയിരിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ്. EDക്ക് അനുകൂലമാണ് കോടതിയുടെ എല്ലാ വിധികളും തന്നെ. ഇന്നും അത്തരത്തിൽ EDക്ക് അനുകൂലമായിട്ടുള്ള ഒരു കോടതി വിധി വന്നിരിക്കുന്നു. ഈ 144 തെളിവുകൾ വളരെ എവിഡൻസ് ആണ്. ആ എവിഡൻസ്, അതിന്റെ പകർപ്പ്, സീല് വെച്ച പകർപ്പ് EDക്ക് ലഭ്യമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകൾക്കകം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അത് EDയുടെ മാത്രം തന്ത്രമാണ്. EDയുടെ നീക്കം വീണയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാനാവും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.